നമസ്കാരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ഒരു വർഷക്കാലം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടിയും മറ്റ് സംസ്ഥാനത്തിന് വേണ്ടിയും കേന്ദ്രമന്ത്രി എന്ന നിലയിലും വ്യക്തിപരമായി ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ നന്മയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് തന്നെയായിരുന്നു അത്. ആ റിപ്പോർട്ട് പ്രേക്ഷകർ കൈ നീട്ടി തന്നെയാണ് സ്വീകരിച്ചത്. ആ റിപ്പോർട്ടിനിടയിൽ വന്നിട്ടുള്ള കമൻസുകളെ പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കേരളത്തിലെ ജനത ഒരു ബിഗ് താങ്ക്സ് പറയുന്ന നിലയാണ് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപി രാജ്യസഭ MP എന്ന നിലയിലും അതിനു മുമ്പും സിനിമാ നടൻ എന്ന നിലയിലുമൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന മനുഷ്യനിലെ നന്മ അതുതന്നെയായിരുന്നു നമ്മൾ പുറത്തെത്തിക്കുക, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. ഏറ്റവും ഒടുവിലായി നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ വേണ്ടത്ര സർജറിക്കുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് അവിടുത്തെ സർജറികൾ മുടങ്ങുകയും സാധാരണക്കാരായിട്ടുള്ള രോഗികൾ, സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾ വലിയ തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കും, അല്ലെങ്കിൽ അവർ മറ്റ് സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട നിലയിലേക്ക് അവിടെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അവിടുത്തെ ചികിത്സയിലേക്ക് പോകേണ്ട നില ഉണ്ടായിരുന്നു. ഈ വിഷയം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമമാണ് സുരേഷ് ഗോപിയെ ചൂണ്ടിക്കാണിച്ചത്. 24 ആണ് ഈ വിഷയം സുരേഷ് ഗോപിക്ക് മുന്നാലെ അവതരിപ്പിച്ചത്. സുരേഷ് ഗോപി മുമ്പാകെ ഈ ഒരു വിഷയം അവതരിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്ന ഒരു നിലയാണ് ഉണ്ടായത്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് വിഷയം എന്നുള്ളതാണ് സുരേഷ് ഗോപി ആദ്യം പഠിച്ചത്. അദ്ദേഹം മനസ്സിലാക്കിയതനുസരിച്ച്, നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതനുസരിച്ച്, തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർജറിക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനി 2023 വരെയായിരുന്നു അവിടെ സർജറിക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള കരാറുണ്ടായിരുന്നത്. ഈ കരാർ പുതുക്കണമെന്ന് പലതവണ ആ കമ്പനി ഈ പറയുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും സർക്കാരിനോടൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുള്ളതാണ്. പക്ഷെ അത് പുതുക്കി നൽകാൻ തയ്യാറാത്തതിനെ തുടർന്ന്, അതിനൊക്കെ ഒരു അലംഭാവത്തോടു കൂടി നമ്മുടെ ആരോഗ്യ മന്ത്രിയും മറ്റും കണ്ടതിനെ തുടർന്ന് അവിടെ സർജറിക്കുള്ള ഉപകരണങ്ങൾ കൊടുക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് കരാറില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ഉപകരണങ്ങൾ കൊടുക്കുക എന്ന നിലയിലേക്ക് പോയി. ഇതോടുകൂടി അവിടുത്തെ ജനങ്ങൾ വലയുകയാണ് ഉണ്ടായത്. ജനങ്ങൾ വലഞ്ഞു എന്ന് മാത്രമല്ല, ആഴ്ചകളോളം ഒരുപാട് സർജറികൾ അവിടെ മുടങ്ങിപ്പോകുന്ന നിലയുണ്ടായി. ഇക്കാര്യം കേന്ദ്രമന്ത്രിമാരുടെ ഉൾപ്പെടെ, സുരേഷ് ഗോപിമാരുടെ ഉൾപ്പെടെയുള്ള MP മാരുടെ അടുത്തും, ശശി തരൂർ ഉൾപ്പെടെയുള്ള MP മാരുടെ അടുത്തുമൊക്കെ അവിടുത്തെ ജനങ്ങൾ ഫോൺ വഴിയും മെയിൽ വഴിയും ഒക്കെ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ വിഷയം അറിഞ്ഞതോടുകൂടി സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് തന്നെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ആഴ്ചകളോളം ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു സംഭവം, ഒരു കാര്യം സുരേഷ് ഗോപി വെറും ഒരു മണിക്കൂറിനുള്ളിൽ സാധിച്ചെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ അമൃത് ഫാർമസി, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള അമൃത് ഫാർമസി വഴി സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അടുത്ത 6 മാസത്തേക്കാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ളിൽ ഈ പറയുന്ന കരാറിനകത്ത് എന്താണ് വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്, അവർക്ക് പണം കൊടുക്കാത്തതുകൊണ്ടാണോ അവർ ഉപകരണങ്ങൾ നിർത്തിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരുമായിട്ട് കരാർ പിന്നീട് പോകാതിരുന്നത്, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ 6 മാസത്തിനുള്ളിൽ പരിഹരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് സുരേഷ് ഗോപി സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനും നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ അമൃത് ഫാർമസി വഴി ഈ ഉപകരണങ്ങൾ കൃത്യമായി ലഭ്യമാക്കാൻ വേണ്ടി ഇന്നലെ തന്നെ, അതായത് ജൂൺ 10-ാം തീയതി തന്നെ ശ്രമം നടത്തി. ജൂൺ 10-ാം തീയതി തന്നെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഉപകരണങ്ങൾ ലഭ്യമായതോടുകൂടി അവിടുത്തെ സർജറികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. അതായത് ജൂൺ 10-ാം തീയതിയും 11-ാം തീയതിയുമായി 6 സർജറികൾ നടന്നു എന്നാണ് നമുക്ക് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം. അതായത് ഒരു ദിവസം ദിവസങ്ങളോളം തന്നെ നടക്കാതെ പോയിട്ടുള്ള സർജറികൾ വളരെ പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ ഉപകരണങ്ങൾ എത്തിക്കുകയും അവിടെ സർജറികൾ പുനരാരംഭിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ജെം എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. ജെം എന്ന് പറയുന്ന പോർട്ടൽ നമ്മുടെ ചൈനയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളതുപോലെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജെം എന്ന് പറയുന്ന ഒരു പോർട്ടൽ നമ്മുടെ കേന്ദ്രം തുടങ്ങിയിരുന്നു.
ഈ കേന്ദ്ര തുണയ്ക്കുള്ള ഈ പോർട്ടലുമായി ബന്ധപ്പെട്ട് ഏകദേശം 327ഓളം കാറ്റഗറിയായി ആയിരക്കണക്കിന് ഉപകരണങ്ങളും കാര്യങ്ങളും, അതായത് ഉപ്പൂട്ട് കർപ്പൂരം വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, MSMEകൾ വഴിയും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ പ്രധാനമായിട്ടും ജെം പോർട്ടൽ വഴിയാണ് അവരുടെ ആവശ്യമുള്ള സ്ഥാനങ്ങൾ വാങ്ങുന്നത്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ഈ ജെം പോർട്ടലിൽ നിന്നാണ്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്നാണ് ഈ സാധനങ്ങൾ പ്രധാനമായിട്ടും വാങ്ങുന്നത്. അത്തരത്തിൽ ഈ ജെം പോർട്ടൽ വഴി ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും അത് അമൃത് ഫാർമസി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വഴി അത് കൃത്യമായി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് പോലും നടക്കാത്ത ഒരു കാര്യം 1 മണിക്കൂർ കൊണ്ട് സുരേഷ് ഗോപി സാധിച്ചെടുത്തു എന്ന നിലയിൽ തന്നെയാണ് അതിനെ നമുക്ക് കാണേണ്ടത്. ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് അത് ഏറ്റവും കൂടുതലായി പോവില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപിയോട് ഒരു ബിഗ് താങ്ക്സ് തന്നെയാണ് കേരളത്തിലെ ജനത സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരനെ പ്രതിനിധിയായി ഈ ഉള്ളവൻ പറയുന്നത്.